ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. നാട്ടിക സിറ്റിംഗ് സീറ്റ് MLA CC മുകുന്ദൻ BJPയിൽ ചേർന്നു. CC മുകുന്ദൻ നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയായി. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. തൃശൂരിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകും. കൊടുങ്ങല്ലൂരിൽ NDAയിൽ പോരുമുറുകുന്നു. BDJS-ഉം 2020-യും കൊടുങ്ങല്ലൂരിന് വേണ്ടി അവകാശവാദവുമായി രംഗത്ത്. കോൺഗ്രസ് തൃശൂർ സീറ്റിനെ ചൊല്ലി പോസ്റ്റർ യുദ്ധം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രൈസ്തവ പ്രീണനമെന്ന ആക്ഷേപം. സീറ്റ് പണം വാങ്ങി വിറ്റതായും ആരോപണം. ചാലക്കുടിയിൽ അപ്രതീക്ഷിത നീക്കവുമായി LDF. കോൺഗ്രസ് നഗരസഭാംഗം അഡ്വക്കേറ്റ് ബിജു S. ചിറയത്ത് ചാലക്കുടിയിൽ LDF സ്ഥാനാർത്ഥിയാകും. മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി. ക്ഷേത്രം ജീവനക്കാർ ഭക്തരോട് മോശമായ രീതിയിൽ പെരുമാറുന്നതായി വ്യാപക പരാതി. ചാലുശ്ശേരി പെരുമണ്ണൂരിൽ ചാക്കുകണക്കിന് നെല്ല് കെട്ടിക്കിടക്കുന്നു. വിളവെടുപ്പ് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടും സംഭരണം ആരംഭിക്കാത്തതിനാൽ 1000-ലധികം ചാക്ക് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. വാർത്തകൾ വിശദമായി. നാട്ടിക MLA-യും CPI നേതാവുമായിരുന്ന CC മുകുന്ദൻ BJPയിൽ ചേർന്നു. BJP ഓഫീസിലെത്തിയ NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണനിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. BJP ജില്ലാ ഓഫീസിലെത്തിയ CC മുകുന്ദനെ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ B. ഗോപാലകൃഷ്ണൻ, KK അനീഷ് കുമാർ, KR ഹരി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ജില്ലാ പ്രസിഡന്റിന്റെ ഓഫീസിലെത്തിയ CC മുകുന്ദന് AN രാധാകൃഷ്ണൻ പാർട്ടി അംഗത്വം നൽകി. അന്തിക്കാട് നിന്നാണ് അദ്ദേഹം വരുന്നത്. തീർച്ചയായും അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റത്തിന് നാട്ടിക തുടക്കം കുറിക്കും. കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചേരാൻ പോകുന്ന ആളുകളുടെ പ്രേരണാ സ്രോതസ്സായി അദ്ദേഹത്തെ ശ്രീമാൻ മുകുന്ദൻജിയെ ഞാൻ കാണുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരുടെ അനുമതിയോടുകൂടി അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുകയും പാവപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുകയുമാണ് തന്റെ ലക്ഷ്യമെന്നും CC മുകുന്ദൻ പറഞ്ഞു. ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ടും മറ്റുള്ളതൊന്നും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ വളരെയേറെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനം. അതിലേക്ക് ഇനിയും ഞാനും കൂടി വരുമ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് കേട്ടു നിൽക്കുന്ന എല്ലാ ജനങ്ങളും ഈ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്നെ സ്വീകരിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഇനിയും കാര്യങ്ങൾ പറയാനുള്ള നമുക്ക് മത്സര പോരാട്ടത്തിൽ നാട്ടികയിൽ വെച്ച് കാണുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നിറവേറ്റുന്നതിൽ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് എന്നും കൂറുപുലർത്തി ഞാൻ മുന്നോട്ട് പോകും എന്നൊരു പ്രതിജ്ഞയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകാൻ തന്നെയാണ് പാർട്ടി തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരും. നാട്ടികയിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം നടത്തിയത്. കോൺഗ്രസുകാർ വിളിച്ചപ്പോൾ പോയി എന്നല്ലാതെ പറ്റിക്കേണ്ട സാഹചര്യമില്ല. കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് കഴിയില്ലെന്ന് പറഞ്ഞ് മടങ്ങി. എന്നാൽ BJPയിൽ താമര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. CPI MLA ആയിരുന്ന അജിത്ത് BJPയിലേക്ക് വരാൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞു. പ്രഗത്ഭരായ ഒരുപാട് നേതാക്കൾ ഏതാനും ദിവസങ്ങളായി BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്ന് NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ പറഞ്ഞു. വളരെ പ്രമുഖരായ ഒരുപാട് നേതാക്കൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായി UDFന്റെ ജമാഅത്ത് രാഷ്ട്രീയത്തിന് ബദലായി ദേശീയ ജനാധിപത്യം സഖ്യം നേതൃത്വം കൊടുക്കുന്ന NDAയുമായി സഹകരിക്കുന്നതിന് വേണ്ടി BJPയിൽ ചേരുന്നതിൻ്റെ ഭാഗമായി വളരെ പ്രമുഖരായ ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നു.
ചെറുതും വലുതുമായ ഒരുപാട് ഘടകകക്ഷികൾ ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. TCV ന്യൂസ് തൃശൂർ. തൃശൂരിൽ പത്മജ വേണുഗോപാൽ അടക്കം 47 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. മണലൂർ KK അനീഷ് കുമാർ, ചേലക്കര K ബാലകൃഷ്ണൻ, ഇരിങ്ങാലക്കുട സന്തോഷ് ചെറാക്കുളം എന്നിവരാണ് തൃശൂർ ജില്ലയിൽ പ്രഖ്യാപിച്ച മറ്റ് സ്ഥാനാർത്ഥികൾ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, കഴക്കൂട്ടത്ത് V മുരളീധരൻ, കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, ഒറ്റപ്പാലത്ത് മേജർ രവി എന്നിവരും ആദ്യ പട്ടികയിലുണ്ട്. കൊടുങ്ങല്ലൂരിൽ NDAയിൽ പോര് മുറുകുന്നു. BDJS-ഉം 2020-യും കൊടുങ്ങല്ലൂരിന് വേണ്ടി അവകാശവാദമുന്നയിക്കുന്നുണ്ട്. BJPക്ക് ഉറപ്പിച്ചിരുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ B ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു പ്രചരണം. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നു. ചുവരെഴുത്തുവരെ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഘടകകക്ഷികൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ NDAയിൽ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായി മാറുകയാണ്. സീറ്റ് ലഭിച്ചാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്നാണ് BDJS പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട്. തുഷാർ വിസമ്മതിക്കുന്ന പക്ഷം നർത്തകി ധനുഷ സന്യാലിനെയും പാർട്ടി ആലോചിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരുമകനും 2020 സംസ്ഥാന കോർഡിനേറ്ററുമായ ഡോക്ടർ വർഗീസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. കുറച്ചു നാളുകളായി വർഗീസ് ജോർജ് മാള കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. തൃശൂർ സിറ്റിയിൽ കോൺഗ്രസ് കച്ചവടം നടത്തിയെന്ന പോസ്റ്റർ. സേവ് കോൺഗ്രസിന്റെ പേരിൽ തൃശൂരിലാണ് പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ വർഗീയ പ്രീണനമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ക്രൈസ്തവർക്ക് വേണ്ടി സീറ്റ് വിറ്റെന്നും MP വിൻസെന്റ് കൂട്ടുനിന്നെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തുന്നു. ജില്ലാ കോൺഗ്രസ് നേതൃത്വം നായർ സമുദായ അംഗങ്ങളായ നേതാക്കളെ നിരന്തരമായി അവഗണിക്കുകയാണെന്ന് മറ്റൊരു പോസ്റ്ററിൽ പറയുന്നു. സമുദായ അംഗങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്നും പോസ്റ്ററിലുണ്ട്. തൃശൂർ പ്രസ് ക്ലബിന് സമീപവും DCC ഓഫീസിന് സമീപവുമായാണ് പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരിയിൽ സ്ഥാപിത താൽപര്യക്കാരുടെ സ്ഥാനാർത്ഥിയെ വേണ്ടെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരിയിൽ നിന്നുള്ള കോൺഗ്രസ് സംഘം. മുതിർന്ന നേതാക്കളിൽ ഒരാളെ വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് പ്രാദേശിക പ്രതിനിധി സംഘം DCC പ്രസിഡന്റിനെയും TN പ്രതാപനെയും കണ്ട് ആവശ്യപ്പെട്ടു. വൈശാഖ് എന്ന യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു വിഭാഗം നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കവുമായി LDF. കോൺഗ്രസ് നേതാവും നിലവിലെ മുനിസിപ്പൽ കൌൺസിലറുമായ ബിജു എസ് ചെറിയത്താണ് LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. LDF-ലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് M വിഭാഗത്തിന് അനുവദിച്ച സീറ്റിലാണ് ബിജു മത്സരിക്കുക. സ്ഥാനാർത്ഥിത്വത്തിന്റെ ഭാഗമായി നഗരസഭാ അംഗത്വം രാജിവെച്ചു. കഴിഞ്ഞ തവണയും കോൺഗ്രസിൽ നിന്നെത്തിയ നേതാവിനെ തന്നെയായിരുന്നു കേരള കോൺഗ്രസ് ചാലക്കുടിയിൽ പരീക്ഷിച്ചിരുന്നത്. കോൺഗ്രസിന്റെ സനീഷ് കുമാർ ജോസഫാണ് മണ്ഡലത്തിലെ സിറ്റിംഗ് MLA. മുൻപ് CPM നേരിട്ട് മത്സരിച്ച് വിജയിച്ചിരുന്ന ഈ മണ്ഡലം മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വിട്ടു നൽകിയതോടെയാണ് LDF-ന് സീറ്റ് നഷ്ടമായതെന്ന വിലയിരുത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കുണ്ട്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർ.
ക്ഷേത്രം ജീവനക്കാർ ഭക്തരോട് മോശമായ രീതിയിൽ പെരുമാറുന്നതായി വ്യാപക പരാതി. മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ ഭരണസമിതി. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണിത്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ ദർശനത്തിനുള്ള ക്യൂവിൽ തിരക്കിൽപ്പെടുന്നു. ക്യൂ ക്ലോസ്ഡ് എന്ന ബോർഡ് കയ്യിലെന്തിയ ക്ഷേത്രം സെക്യൂരിറ്റി ജീവനക്കാരെയും തിരക്കിനിടയിൽ കാണാം. ഓരോ ദിവസവും ക്ഷേത്ര സന്നിധിയിൽ ദുരന്തം ഒഴിവാകുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. മണിക്കൂറുകളോളം ക്യൂ നിന്നാലും ദർശനം ലഭിക്കാത്ത അവസ്ഥ. ചെരുപ്പും ബാഗും ഫോണും സൂക്ഷിക്കുന്നിടത്തും വഴിപാട് ബുക്കിംഗ് ചെയ്യുന്നിടത്തും പ്രസാദം വാങ്ങുന്നിടത്തും സദാ നീണ്ട ക്യൂ ആണ്. ക്യൂ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെയും ക്ഷേത്രത്തിനുള്ളിലെ ജീവനക്കാരുടെയും മോശം പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതി വേറെ. സുരക്ഷാ ജീവനക്കാരുടെ പോലീസ് യൂണിഫോമിന് സമാനമായ യൂണിഫോം മാറ്റി ക്ഷേത്രത്തിന് അനുയോജ്യമായ വേഷം നൽകണമെന്ന ആവശ്യം ഇനിയും നടപ്പാക്കിയിട്ടില്ല. 2000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപമുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിന്. 1000 കിലോയിലേറെ സ്വർണവും 6000 കിലോയ്ക്ക് മുകളിൽ വെള്ളിയും ദേവസ്വത്തിനുണ്ട്. എന്നാൽ ഇതൊന്നും ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വിനിയോഗിക്കുന്നില്ല. ക്യൂ കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ മാറിവരുന്ന ഭരണസമിതികൾ വീഴ്ച വരുത്തുകയാണ്. ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയ ക്ഷേത്രമായ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലെത്താൻ രാഷ്ട്രീയക്കാർക്കിടയിൽ പിടിവലിയാണ്. കാലാവധി തികയ്ക്കുക എന്നല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സമിതി മതിയായ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇതിനാൽ തന്നെ ഗുരുവായൂരിലെത്തുന്ന ഭക്തരുടെ ദുരിതത്തിന് അറുതി വരുന്നുമില്ല. TCV ഗുരുവായൂർ. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ ചാക്കുകണക്കിന് നെല്ല് കെട്ടിക്കിടക്കുന്നു. വിളവെടുപ്പ് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം ആരംഭിക്കാത്തതിനാൽ 1000-ലധികം ചാക്ക് നെല്ല് പാടത്തും വീടുകളിലുമായി കെട്ടിക്കിടക്കുകയാണ്. സംഭരണത്തിനായി ടോക്കൺ ലഭിച്ച് 1 മാസം കഴിഞ്ഞിട്ടും മില്ലുകാർ നെല്ലെടുക്കാൻ എത്തിയിട്ടില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. മഴയും കാട്ടുപന്നി ശല്യവും ചേർന്ന് നെല്ല് നശിപ്പിക്കുമോ എന്ന ഭീതിയിലാണ് കർഷകർ. യഥാർത്ഥ വില 25 റുപ്യാണ് എല്ലാവരും എടുക്കുന്നത്. നമ്മള് സബ്സിഡിക്ക് 4 റുപ്യക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മള് വെയിറ്റിംഗ് നിൽക്കണത്. ഉള്ള പൈസ കയ്യോടെ കിട്ടുക സംഭവം അവരുമില്ലിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഇല്ല. ടാർപ്പായകൾ വാടകയ്ക്കെടുത്ത് നെല്ല് മൂടിയിട്ടിരിക്കുകയാണ് കർഷകർ. വാർഡംഗം കാസിം ജില്ലാ കളക്ടറെയും സപ്ലൈകോ അധികൃതരെയും ബന്ധപ്പെട്ടിരുന്നു. നെല്ല് സംഭരണം വൈകുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് ലഭിച്ച മറുപടി. പഞ്ചായത്ത് കേന്ദ്രമായി സംഭരണശാലകളും അരിമില്ലുകളും സ്ഥാപിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് പെരുമണ്ണൂർ പാടശേഖര സമിതി പ്രസിഡന്റ് KS രാജേന്ദ്രൻ പറഞ്ഞു. ഫെബ്രുവരി 3 ചേർന്ന വിപുലമായ യോഗത്തിൽ ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നുവെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4-ാം വാർഡിലെ മെമ്പർ ശ്രീ കാസിം ഇവിടെ വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പാഡി മാനേജ്മെന്റ് ഓഫീസർമാരെ വിളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കലക്ടറെ വിളിച്ചു. അദ്ദേഹം ഈ പരാതികൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇത് എടുക്കാനുള്ള നടപടികൾ എടുക്കാമെന്നാണ്. പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ തുറന്നുള്ള ഏതെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിലോ ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വർഷം മുഴുവനും മണ്ണിനൊപ്പം ജീവിച്ചവരുടെ വിയർപ്പിന് വില കിട്ടുന്ന ദിവസവും കാത്തിരിക്കുകയാണ് പെരുമണ്ണൂർ പാടശേഖരത്തിലെ കർഷകർ. TCV ന്യൂസ്, കുന്നംകുളം. അടുത്തുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം കുറിക്കുമെന്നും തുടർച്ചയായി 3ാമതും LDF അധികാരത്തിൽ വരുമെന്നും മണലൂർ നിയോജക മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയ്ക്ക് ഭരണ തുടർച്ച ഉണ്ടാകണം. അത് കേരളത്തിലും മണലൂരും ഉണ്ടാകുമെന്നും പ്രൊഫസർ C രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. വികസനത്തിന്റെ പൂർണ്ണതയ്ക്ക് ഭരണത്തിന്റെ തുടർച്ചയാണ് വേണ്ടത് എന്ന് 2016 കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. അതുവരെ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറിയിരുന്നത് കൊണ്ട് പല വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കാഴ്ചപ്പാടുകൾ, നയങ്ങൾ മാറുന്നത് കൊണ്ട് വികസനത്തിന് ഭംഗമുണ്ടാകുക എന്നത് കേരളത്തിൽ പതിവായിരുന്നു. അത് തെറ്റാണ് എന്നും വികസനത്തിന് സമ്പൂർണമായിട്ടുള്ള ഭരണ തുടർച്ച വേണമെന്നും 2021 കേരളം മനസ്സിലാക്കി. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ സമ്പൂർണമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം. ഇരിങ്ങാലക്കുടയിൽ തുടർ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ജനങ്ങൾക്ക് താൽപര്യമുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് കഴിഞ്ഞ 5 വർഷമായി ശ്രമിച്ചതെന്നും ഇരിങ്ങാലക്കുടയിലെ വികസനത്തിനായി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അടക്കമുള്ളവ സ്ഥാപിക്കുമെന്നും R ബിന്ദു പറഞ്ഞു.
ഇരിങ്ങാലക്കുടയുടെ ചിരകാല അഭിലാഷമായ ടാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ കേന്ദ്രമായ നിപ്മറിനെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതും വികസന പ്രവർത്തനങ്ങളുടെ മാതൃകയാണെന്ന് ആർ ബിന്ദു ചൂണ്ടിക്കാട്ടി. സാധാരണ ജനങ്ങളുടെ ഹൃദയമിടിപ്പുകൾക്ക് കാതോർത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇരിങ്ങാലക്കുടയുടെ നാടാണ്. ഇരിങ്ങാലക്കുടയുടെ വികസന സ്വപ്നങ്ങളെ അടുത്ത് മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അത് നല്ല നിലയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഇനിയും അത്തരത്തിൽ നാടിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ജനങ്ങളിൽ ഓരോരുത്തരുടെയും വിശേഷിച്ച് ഏറ്റവും സങ്കടങ്ങളും നിവൃത്തികേടുകളും അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ ജീവിതാവസ്ഥകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടു പ്രവർത്തനം തുടരാനാണ് ജനങ്ങളോട് അവസരം അഭ്യർത്ഥിക്കുന്നത്. ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന വാഹനാപകടത്തിൽ ഇരുചക്ര വാഹന യാത്രികൻ മരിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. കണിമംഗലം തെക്കുമുറി സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ സലീഷിനെയാണ് ഇരിങ്ങാലക്കുട SI അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് സ്റ്റാൻഡിലേക്ക് അമിത വേഗതയിൽ വന്ന പൂമല ബസ് ഇരുചക്ര വാഹനങ്ങളിലിടിച്ച് ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസുകളിലടക്കം 6 കേസുകളിൽ പ്രതിയാണ് സലീഷ് എന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് ബുധനാഴ്ച നടക്കും. 56 അപേക്ഷകളാണ് ഇത്തവണ ലഭിച്ചത്. ഇതിൽ 7 അപേക്ഷകൾ തള്ളി. ബാക്കിയുള്ള 49 പേർക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകാൻ ദേവസ്വം കത്തയച്ചു. ദേവസ്വം ഓഫീസിൽ 18-ന് രാവിലെ അപേക്ഷകരുമായി തന്ത്രി അഭിമുഖം നടത്തി യോഗ്യരായവരെ തെരഞ്ഞെടുക്കും. ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നാൽ നറുക്കെടുപ്പ് നടക്കും. യോഗ്യത നേടിയവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിക്കും. ഇപ്പോഴത്തെ മേൽശാന്തി മൂർത്തിയെടുത്ത സുധാകരൻ നമ്പൂതിരി നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് 31-ന് രാത്രി ചുമതലയേൽക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. അതുവരെ പുറപ്പെടാ ശാന്തിയായി ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് പൂജകൾ നിർവഹിക്കും. യുദ്ധം മലയാളിയുടെ തീന്മേശയിലെത്തി നിൽക്കുമ്പോൾ ചെറുകിട ഭക്ഷ്യവിഭവ നിർമ്മാണ യൂണിറ്റുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ പല നിർമ്മാണ യൂണിറ്റുകളും ഗുരുതര പ്രതിസന്ധിയിലാണ്. റംസാൻ നോമ്പ് കാലത്ത് ഏറെ ആവശ്യക്കാരുള്ള ഭക്ഷ്യവിഭവമായ പത്തിരിയുടെ വിപണിയെ യുദ്ധം വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നത്. പാചകവാതകം ലഭിക്കാത്തതിനെ തുടർന്ന് പല യൂണിറ്റുകളും പ്രവർത്തനം ഭാഗികമായി നിർത്തുകയോ ഉൽപാദനം കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രതിഫലനമായി നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. സാധാരണയായി റംസാൻ മാസത്തിൽ പത്തിരിക്ക് വിപണിയിൽ വലിയ തോതിൽ ആവശ്യകതയുണ്ടാകാറുണ്ട്. എന്നാൽ പാചകവാതക ക്ഷാമം മൂലം ഉൽപാദനം കുറഞ്ഞതോടെ ലഭ്യത കുറയുന്ന സാഹചര്യമാണുള്ളത്. പത്തിരി നിർമ്മാണ യൂണിറ്റുകൾ മാത്രമല്ല, സമാനമായ വിവിധ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്ന ചെറുകിട യൂണിറ്റുകളും ഈ പ്രതിസന്ധിയുടെ ആഘാതം നേരിടുകയാണ്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്ന് യൂണിറ്റ് ഉടമകളും തൊഴിലാളികളും ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊല്ലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരെ വഞ്ചിച്ച് പണം തട്ടിയെടുത്തതായും സാബുവിനെ താൻ മർദ്ദിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPM ലോക്കൽ സെക്രട്ടറിയുമായ വികാസ് രാജു പറഞ്ഞു. മാർച്ച് 3-ന് സാബുവിന്റെ തട്ടിപ്പിന് ഇരയായ 2 വയോധികർ കോലഴി പഞ്ചായത്തിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സാബു സമരക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ബാനർ തട്ടിയെടുത്ത് പഞ്ചായത്തിനുള്ളിലേക്ക് ഓടിപ്പോയപ്പോൾ അത് തടയാൻ ശ്രമിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും ഒരാളും പോലും പഞ്ചായത്ത് ഓഫീസിന് മുകളിലോട്ട് പോയിട്ടില്ലെന്നും വികാസ് പറയുന്നു. ജോലി തട്ടിപ്പിൽ ക്രിമിനൽ കേസ് ഉൾപ്പെടെ സാബുവിനെതിരെ ഉണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ സാബുവിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വികാസ് പറഞ്ഞു. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് TCVയിൽ വാർത്ത കാണുമ്പോഴാണ് ഞാൻ സത്യത്തിൽ ആ വിഷയം അറിയണത്. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച 2 വൃദ്ധർ അവിടെ സമരം ചെയ്യുന്നുണ്ടായിരുന്നു കോലഴി പഞ്ചായത്തിൻ്റെ മുമ്പിൽ. ആ സമരം ചെയ്യുന്നവരെ ആക്രമിക്കാൻ പോയി അവരുടെ ബാനർ എടുത്ത് വലിച്ച് ഓടിപ്പോയപ്പോൾ ആ ബാനർ വാങ്ങാൻ വേണ്ടി നോക്കി
അപ്പോൾ ആ ബാനർ കൊണ്ട് കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി എന്നുള്ളതല്ലാതെ ഞങ്ങൾ പഞ്ചായത്തിനകത്തേക്കോ പഞ്ചായത്തിൻ്റെ ഉള്ളിലോ ഇയാൾ പറയുന്ന മുകളിലേക്കൊന്നും ഒരാളും തന്നെ കയറിയിട്ടില്ല. ഇദ്ദേഹം മുകളിലേക്ക് കയറിയിട്ടില്ല. ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന സാബും കയറിയിട്ടില്ല. അപ്പോൾ മുകളിൽ ഓഫീസിൽ കയറി മർദ്ദിച്ചു എന്നൊക്കെ ഇങ്ങനെ നുണ പറയുക. ആ സമരം ചെയ്തോടുന്ന അമ്മൂമ്മേനെയും അപ്പൂപ്പനെയും ഇദ്ദേഹം വന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ വിഷയം അവിടെ ഇദ്ദേഹം പറയുന്ന ഈ നുണകൾ ഉണ്ടാവാൻ ഇടയായത്. ഞങ്ങൾ മർദ്ദിച്ചു എന്നുള്ള ആരോപണത്തിന് നമുക്കെതിരെ എന്താണോ അവർ ചെയ്യുന്നത് വെച്ചാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. അതിലൊരു തർക്കവും വേണ്ട. കോൺഗ്രസിൻ്റെ നേതാവ് ചെയ്യേണ്ടത്, എന്നെ സാബു ചെയ്യേണ്ടത്, പഞ്ചായത്ത് CCTV നിരീക്ഷണത്തിലുള്ളതാണ്. പഞ്ചായത്തിനകത്തുള്ളതും പഞ്ചായത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസും ഉൾപ്പെടെ ആ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവാലോ, അത് ചെയ്യാലോ അവർക്ക്. അങ്ങനെ CCTV, പിന്നെ അവിടെ ജീവനക്കാരുണ്ടായിരുന്നു പറയണു. ഏതെങ്കിലും ജീവനക്കാർ അത് കണ്ടതായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. ജനങ്ങളെ ഇങ്ങനെ നമ്മൾ നുണ പറഞ്ഞ് തട്ടിപ്പ് പിടിക്കപ്പെടുമ്പോൾ അത് ഇത്തരത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ശരിയല്ല. പിന്നീട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അദ്ദേഹം പുറത്തു വിട്ടതായിട്ട് നമുക്കറിയില്ല. വാർത്താ സമ്മേളനം നടത്തുന്നത് പുറത്തുവിടാനാണല്ലോ. ആ വാർത്താ സമ്മേളനം പോലും പുറത്തു വിടാനുള്ള ധൈര്യം കോലഴിയിലെ കോൺഗ്രസിനോ എന്നെ സാബുവിനോ ഇല്ല. അതുകൊണ്ടാണ് അത് പുറത്തുവിടാത്തത്. വാർത്താ സമ്മേളനം പുറത്തു വിടട്ടെ, എന്താണ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നതെന്ന് കേൾക്കണ്ടേ. അപ്പോൾ വാർത്താ സമ്മേളനം പോലും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരിടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. റംസാൻ നോമ്പുതുറ വിശേഷങ്ങളുമായി ഇനി റംസാൻ മുബാറക്. റംസാൻ നോമ്പുതുറ വിഭവങ്ങളിൽ പഴങ്ങൾക്കുള്ള പ്രാധാന്യം സവിശേഷമാണ്. റംസാൻ മാസം പഴവിപണിക്ക് ഉത്സവകാലം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് നോമ്പെടുക്കുന്ന വിശ്വാസികൾക്ക് നാരങ്ങാവെള്ളവും ഈന്തപ്പഴവുമാണ് നോമ്പ് തുറക്കാൻ പ്രധാനം. പകൽ സമയങ്ങളിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിനാൽ ക്ഷീണമകറ്റാൻ ജലാംശം കൂടിയ പഴങ്ങൾക്ക് പ്രാധാന്യമേറും. തണ്ണിമത്തൻ, മധുരനാരങ്ങ, മുന്തിരിങ്ങ തുടങ്ങിയവ നോമ്പുതുറയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഇനങ്ങളാണ്. വിപണിയിൽ തണ്ണിമത്തന് 24 രൂപയും ഓറഞ്ചിന് 100-150 രൂപയുമാണ് വില. കുടുംബങ്ങളിലെ നോമ്പുതുറ മുതൽ സമൂഹ നോമ്പുതുറകളും ഇഫ്താർ സംഗമങ്ങളും വരെ വിഭവങ്ങളിൽ വിവിധ ഇനം പഴങ്ങൾക്ക് സവിശേഷ സ്ഥാനം നൽകുന്നതിനാൽ പഴവിപണി ഇക്കാലത്ത് സജീവമാണ്. വിവിധ ഇനം ഈന്തപ്പഴം 200 രൂപ മുതൽ ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം വിലയെ കാര്യമായി ബാധിച്ചിട്ടില്ല. സീഡ്ലെസ് മുന്തിരി 140-190, ആപ്പിൾ 200-350, പൈനാപ്പിൾ 75, മാമ്പഴം 80-175, പേരയ്ക്ക 100-120, മാതളം 230, ഡ്രാഗൺ ഫ്രൂട്ട് 150, ഷമാം 145, കിവി 110, സപ്പോട്ട 110, പപ്പായ 45 എന്നിങ്ങനെയാണ് വിവിധ പഴങ്ങളുടെ വില നിലവാരം. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പഴങ്ങൾക്ക് വിലയേറുമെങ്കിലും വിപണിയിൽ ഇപ്പോൾ സുലഭമാണ്. നോമ്പുതുറകളും അതിനോടനുബന്ധിച്ചുള്ള വിരുന്നുകളും പണ്ടത്തേക്കാൾ ജനകീയവും ആഘോഷപൂർണവുമായതോടെ നോമ്പുതുറകൾ വിഭവസമൃദ്ധങ്ങളായി. വിദേശ പഴങ്ങൾ ഉൾപ്പെടെ പലതരം പഴങ്ങൾ നോമ്പുതുറകൾക്ക് മാധുര്യമേകാൻ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ പതിവായി കഴിഞ്ഞു. TCV തൃശൂർ. റംസാനിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനങ്ങളിലൊന്നായ 27-ാം രാവിനെ വിശ്വാസികൾ ഭക്തിസാന്ദ്രമായി വരവേറ്റു. തിങ്കളാഴ്ച സുബഹി നമസ്കാരം മുതൽ മസ്ജിദുകൾ പ്രാർത്ഥനാ നിരതമായി. മസ്ജിദിൽ രാപ്പാർക്കുന്ന വിശ്വാസികളും കുറവല്ല. ഖുർആൻ അവതരിക്കപ്പെട്ട
ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഭൂമിയിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അസറിനു ശേഷം മസ്ജിദുകളിലെ ഖബറിടങ്ങളിൽ എത്തിയ വിശ്വാസികൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. വ്യാഴാഴ്ച മാസപ്പിറവി കണ്ടാൽ വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ 4ാമത് ഗാർഗി അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2023, 24, 25 വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച കൃതികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ഇന്ദിര കൃഷ്ണൻ, അശ്വതി VS, ജ്യോതിർമയി ശങ്കരൻ, രജനി സുരേഷ് എന്നിവരാണ് അവാർഡിന് അർഹരായത്. 5000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. കയ്പമംഗലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി അശ്വന്താണ് അറസ്റ്റിലായത്. 2025 ഡിസംബർ 7-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കേസിലെ മറ്റു പ്രതികളായ ഫാസിൽ, സാബിത്ത്, ഹാരിസ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചാമക്കാല സ്വദേശി നിസാമുദ്ദീനെയാണ് പ്രതികൾ ഭീഷണിപ്പെടുത്തി ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയത്. കയ്പമംഗലം SHO ബിജിത്ത്, SI ഋഷി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പോർക്കളങ്ങാട് കൂനമൂച്ചി റോഡിൽ ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. പോർക്കളങ്ങാട് സ്വദേശി മുസ്ലിം വീട്ടിൽ മജീദിന്റെ മകൻ 49 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി പോർക്കളങ്ങാട് സ്വദേശി ശിവശങ്കരന്റെ വീടിന് മുന്നിലായിരുന്നു അപകടം. ഇറക്കവും വളവുമുള്ള ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട് ഓട്ടോ വൈദ്യുതി തൂണിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷ ഇല്യാസിന്റെ ദേഹത്തേക്കാണ് വീണത്. ആലപ്പാട് പള്ളിപ്പുറം റോഡിൽ കുണ്ടോളിക്കടവ് കള്ളുഷാപ്പിന് സമീപം കാർ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രിക ആലപ്പാട് സ്വദേശി ധന്യ, കാറിലുണ്ടായിരുന്ന ചേർപ്പ് സ്വദേശികളായ ഷെനീബ, ഷമീർ, ഷബിത, നാസർ, നിഹാൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ആലപ്പാട് ഭാഗത്തു നിന്ന് യുവതി ഓടിച്ചു വന്നിരുന്ന സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ സമീപത്തെ കോൾപ്പാടത്തേക്ക് മറിഞ്ഞു. ഓടിയെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. കാർ ഡ്രൈവർ മയങ്ങിപ്പോയതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് സൂചന. വടക്കാഞ്ചേരി നഗരത്തിലെ പുഴയ്ക്ക് കുറുകെയുള്ള പാലം പൊളിച്ചു നീക്കുന്നു. നഗരവികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതിനാണ് പഴയ പാലം പൊളിക്കുന്നത്. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ബ്രിട്ടീഷ് കാലത്തെ നിർമ്മിതിയാണ് ഇതോടെ വിസ്മൃതിയിലാകുന്നത്. ഗർഡറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലം ദുർബലമായതിനെ തുടർന്ന് 50 വർഷം മുൻപ് മരാമത്ത് വകുപ്പ് പുതിയ പാലം നിർമ്മിച്ചതോടെ ഇതുവഴിയുള്ള സഞ്ചാരം നിരോധിച്ചിരുന്നു. 5.16 കോടി രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നത്. കേന്ദ്ര സർക്കാർ പാചകവാതക ലഭ്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും FSCTOയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ അടുപ്പുകൂട്ടൽ സമരം നടത്തി. FSCTO ജില്ലാ സെക്രട്ടറി E. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ സെക്രട്ടറി C. സാജൻ ഇഗ്നേഷ്യസ് അധ്യക്ഷത വഹിച്ചു. KGOA ജില്ലാ സെക്രട്ടറി ഡോക്ടർ KR രാജീവ്, FSCTO താലൂക്ക് സെക്രട്ടറി PG കൃഷ്ണകുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK റസിയ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ പ്രസിദ്ധരായ കഥകളി കലാകാരന്മാരെ വാർത്തെടുത്ത തിച്ചൂർ കാവുങ്ങൽ കളരി വീണ്ടും സജീവമാകുന്നു. പുനരുദ്ധാരണം നടത്തിയ കാവുങ്ങൽ കളരിയുടെ ആചാര്യ പദവി കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ ഏറ്റെടുത്തു. വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം നിലച്ച കളരി കാവുങ്ങൽ കുടുംബ ട്രസ്റ്റാണ് പുനരുദ്ധാരണം നടത്തിയത്. കഥകളിയിൽ അടുത്ത തലമുറയെ വാർത്തെടുക്കുക, കാവുങ്ങൽ കളരിയുടെ പഴയകാല പ്രശസ്തിയും പ്രൗഢിയും വീണ്ടെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കളരി വീണ്ടും സജീവമാക്കുന്നത്. തറവാട്ടിലെ മുതിർന്ന അംഗം ശാരദാമ്മയും കാരണവന്മാരായ കാവുങ്ങൽ അച്യുതപ്പണിക്കർ, കാവുങ്ങൽ അപ്പുപണിക്കർ, കാവുങ്ങൽ രാമകൃഷ്ണ പണിക്കർ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി കളരിയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കാവുങ്ങൽ കളരിയുടെ ആചാര്യ പദവി ബാലസുബ്രഹ്മണ്യൻ ആശാന് കൈമാറി. ശേഷം ബാലസുബ്രഹ്മണ്യൻ ആശാന്റെ നേതൃത്വത്തിൽ ദക്ഷയാഗം കഥകളിയിലെ ചൊല്ലിയാട്ടം നടത്തി.
പ്രായം തളർത്താത്ത ആശാന്റെ മെയ്ക്കരുത്തും മെയ്വഴക്കവും ചടുലമായ ചുവടുകളും ആംഗ്യ ഭാവാഭിനയവും കാണികളെ വിസ്മയിപ്പിച്ചു. ശിവനായി കാവുങ്ങൽ രമേശ് പണിക്കരും ഇന്ദ്രനായി കാവുങ്ങൽ അരവിന്ദാക്ഷൻ പണിക്കരും ചൊല്ലിയാടി. സംഗീതം ശ്രീരാജ് വർമ്മയും ജയദേവനും, ചെണ്ട കലാമണ്ഡലം നിതിൻ കൃഷ്ണനും, മദ്ദളം കലാമണ്ഡലം പ്രശാന്തും കലാനിലയം മണികണ്ഠനും നിർവഹിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. മണികണ്ഠൻ തവനൂരിന് സർക്കാരിന്റെ ഫോക്ലോർ അക്കാദമി അവാർഡ്. കേരള ലളിതകലാ അക്കാദമി ജീവനക്കാരനായ മണികണ്ഠൻ പൊന്നാനി തവനൂർ സ്വദേശിയാണ്. 25 വർഷമായി നാടൻപാട്ട് വേദികളിലും നാടൻ കലാരംഗത്തും സജീവമാണ് മണികണ്ഠൻ. കലാഭവൻ മണി, കലാമാണിക്യ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി വരിനെല്ല് സമർപ്പണം നടന്നു. കാളി ദാരിക യുദ്ധത്തിൽ പരിക്കേറ്റ ദേവിക്ക് തൃച്ചന്ദനം ചാർത്തിയ ശേഷം ഭരണി നാളിൽ നിവേദിക്കുന്ന പായസമാണ് ഔഷധ ഗുണമുള്ള വരിയരി പായസം. വർഷങ്ങളായി ക്ഷേത്രത്തിലേക്ക് വരിയരി എത്തിക്കുന്ന കൊരഞ്ഞിയൂർ കീഴേപ്പാട്ട് തറവാട്ടിലെ ദിവാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ നെയ് വിളക്കിന് മുന്നിൽ വിരിച്ച ചുവന്ന പട്ടിലേക്ക് വരിനെല്ല് ചൊരിഞ്ഞു. കൊച്ചിൻ ദേവസ്വം തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, മാനേജർ K വിനോദ്, ഉപദേശക സമിതി പ്രസിഡന്റ് KK ഭരതൻ, സെക്രട്ടറി V സന്തോഷ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിന്റെ ഭാഗമായി പരമ്പരാഗത അവകാശികളായ പട്ടാര്യ സമുദായം വലിയ തമ്പുരാന് കാഴ്ചക്കുല സമർപ്പിച്ച് ചടങ്ങുകൾക്ക് അനുമതി തേടി. ഭരണി നാളിൽ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ വെന്നിക്കൊടി ഉയർത്തുന്നതും കൂഷ്മാണ്ഡ ബലി നടത്തുന്നതും പട്ടാര്യ സമുദായമാണ്. സമുദായം പ്രസിഡന്റ് P സജീവ്, സെക്രട്ടറി KP അരുൺ, ജോയിന്റ് സെക്രട്ടറി രാഹുൽ തെക്കേടത്ത് തുടങ്ങിയവർ കാഴ്ചക്കുല സമർപ്പണത്തിനെത്തി. സ്ത്രീകൾക്കായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ തൃശൂരിൽ ഹോസ്റ്റൽ ആരംഭിച്ചു. വനിതാ മിത്ര കേന്ദ്രം എന്ന പേരിൽ ജൂബിലി മിഷൻ ആശുപത്രിക്ക് സമീപം തോട്ടത്തിൽ ലൈനിലാണ് ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ VC ബിന്ദു, ബോർഡ് ഡയറക്ടർ MD ഗ്രേസ്, മേഖലാ മാനേജർ MR രംഗൻ, ജില്ലാ കോർഡിനേറ്റർ TR രമി എന്നിവർ സന്നിഹിതരായിരുന്നു. സ്ത്രീകൾക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ താമസ സൗകര്യം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോസ്റ്റൽ തുടങ്ങിയിരിക്കുന്നത്. 70ഓളം പേർക്ക് താമസിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇനി വാണിജ്യം. മധ്യവേനൽ അവധിയിൽ വമ്പിച്ച ഓഫറുകളും സമ്മാനങ്ങളുമായി വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഒരുങ്ങി. വിശ്വസ്തതയുടെ 37 വർഷങ്ങൾ പിന്നിടുന്ന വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഏറ്റവും മികച്ച മധ്യവേനൽ ഡിസ്കൗണ്ടുകൾ ഒരുക്കി ഉപഭോക്താക്കളുടെ മനം കവരുകയാണ്. ഇൻഡക്ഷൻ കുക്കർ, ഇൻഫ്രാറെഡ് കുക്കർ, ഇലക്ട്രിക് റൈസ് കുക്കർ, ഓവൻ തുടങ്ങിയവയ്ക്ക് അധികം സ്റ്റോക്കും അതിശയിപ്പിക്കുന്ന വിലക്കിഴിയും വേണൂസിൽ ലഭ്യമാണ്. ഗ്യാസിന്റെ ലഭ്യത കുറവ് ഇനി ഒരു പ്രശ്നമാവില്ല. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൽ മൈക്രോ ഓവൻ, അതുപോലെ ഇൻഡക്ഷൻ കുക്കർ, ഇൻഫ്രാറെഡ് കുക്കർ, OTG എല്ലാ സ്റ്റോക്കുകളും നല്ല രീതിയിൽ എല്ലാ ബ്രാൻഡുകളുടെയും വന്നിട്ടുണ്ട്. ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് എല്ലാ കമ്പനികളുടെയും EMI സ്കീമും അതേപോലെ തന്നെ സ്റ്റോക്കും അവൈലബിൾ ആണ്. നിങ്ങളെവരെയും ഞാൻ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് സ്വാഗതം ചെയ്യുന്നു. എസികൾക്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവാണ് വേണൂസ് ഒരുക്കിയിരിക്കുന്നത്. മാക്സിമം ചിൽ മിനിമം ബിൽ ഓഫർ വേണൂസിൽ തുടങ്ങിക്കഴിഞ്ഞു. 1 ടൺ 3 സ്റ്റാർ ഇൻവെർട്ടർ എസികൾക്ക് 19,990 മുതലാണ് വില. എയർ കൂളറുകൾക്ക് 4,999 രൂപയും. ഓരോ AC പർച്ചേസിനും 1,899 രൂപ വിലയുള്ള AC ബ്ലാങ്കറ്റ് തികച്ചും സൗജന്യമാണ്. 20-ൽ പരം ബ്രാൻഡുകളാണ് വേണൂസിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ വേനൽ ചൂട് ഒരു പ്രശ്നമാവില്ല. വേണൂസിൽ മാക്സിമം ചില്ല് മിനിമം ബില്ല് എന്നുള്ള ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്രീമിയം ബ്രാൻഡുകളിലും എസികൾ നമുക്ക് ലഭ്യമാണ്. ഇതിന്റെ EMI സ്കീമും ഉണ്ട്. 0% ഇൻട്രസ്റ്റിൽ പർച്ചേസ് ചെയ്യാം. ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കുക. ഇത് ഇൻസ്റ്റലേഷൻ ഫ്രീ ഉള്ള ബ്രാൻഡുകളും ഉണ്ട്. വേണൂസിന്റെ എല്ലാ സ്റ്റോറിലും അതിശയിപ്പിക്കുന്ന വില കുറവും തന്നെയല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. നിങ്ങളുടെ AC ഏത് രീതിയിൽ യൂസ് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പർപ്പസ് എന്നനുസരിച്ചുള്ള ഇൻവെർട്ടർ ടെക്നോളജി, നോൺ ഇൻവെർട്ടർ ടെക്നോളജി, കാസറ്റ്, ടവർ AC എല്ലാതരം ACകളും വേണൂസിൽ ലഭ്യമാണ്. എല്ലാവരെയും ഞാൻ
വേണൂസ് ഡിജിറ്റൽ ആർക്കിയെ സ്വാഗതം ചെയ്യും. ഇത് വേണൂസിന്റെ മാത്രം പ്രത്യേകതയാണ്. കസ്റ്റമേഴ്സിന് ആവശ്യമായ ബ്രാൻഡുകൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷനും പരിചയസമ്പന്നരായ സെയിൽസ് എക്സിക്യൂട്ടീവ്സും വേണൂസിൽ ലഭ്യമാണ്. ഫ്രിഡ്ജ്, എയർ കൂളർ, ഫ്രീസർ, ഫാൻ എന്നീ ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ കളക്ഷനും അതിശയിപ്പിക്കുന്ന വിലക്കിഴിവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വേണൂസിന്റെ മണ്ണുത്തി, കാളത്തോട്, വടക്കാഞ്ചേരി, പാട്ടുരാക്കൽ, തൃപ്രയാർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, കൊടകര, വെസ്റ്റ് ഫോർട്ട്, ചാവക്കാട് ഷോറൂമുകൾ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലുള്ള മറ്റ് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഷോറൂമുകളിലും ഈ ഓഫർ ലഭ്യമാണ്. 37ാം വാർഷികവും വിഷുവും ഒന്നിച്ചെത്തുന്ന അവസരത്തിൽ ഉപഭോക്താക്കൾക്ക് ഇരട്ടി മധുരം സമ്മാനിക്കുകയാണ് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് എന്ന് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,590, പവന് 1,16,720. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നാട്ടിക സിറ്റിംഗ് MLA CC മുകുന്ദൻ BJPയിൽ ചേർന്നു. CC മുകുന്ദൻ നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയായി. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. തൃശൂരിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകും. കൊടുങ്ങല്ലൂരിൽ NDAയിൽ പോരുമുറുകുന്നു. BDJSും 2020യും കൊടുങ്ങല്ലൂരിന് വേണ്ടി അവകാശവാദവുമായി രംഗത്ത്. കോൺഗ്രസ് തൃശൂർ സീറ്റിനെ ചൊല്ലി പോസ്റ്റർ യുദ്ധം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രൈസ്തവ പ്രീണനമെന്ന ആക്ഷേപം. സീറ്റ് പണം വാങ്ങി വിറ്റതായും ആരോപണം. ചാലക്കുടിയിൽ അപ്രതീക്ഷിത നീക്കവുമായി LDF. കോൺഗ്രസ് നഗരസഭാംഗം അഡ്വക്കേറ്റ് ബിജു S ചെറിയത്ത് ചാലക്കുടിയിൽ LDF സ്ഥാനാർത്ഥിയാകും. മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി. ക്ഷേത്രം ജീവനക്കാർ ഭക്തരോട് മോശമായ രീതിയിൽ പെരുമാറുന്നതായി വ്യാപക പരാതി. ചാലുശ്ശേരി പെരുവണ്ണൂരിൽ ചാക്ക് കണക്കിന് നെല്ല് കെട്ടിക്കിടക്കുന്നു. വിളവെടുപ്പ് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടും സംഭരണം ആരംഭിക്കാത്തതിനാൽ 1000-ലധികം ചാക്ക് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.